അങ്ങനെ കാത്തിരുന്ന് ആ ദിവസം വന്നു. എന്താ ഇരുട്ടത്ത് നിൽക്കുന്നതല്ലേ? ഇത് ഇരുട്ടല്ല, വെളുപ്പിന് സമയമാണ്. ഇന്നാണ് നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ പോകേണ്ട ദിവസം. സി സെക്ഷനാണ്. ഇത് രാവിലത്തെ നമ്മുടെ വീട്ടിൽ നിന്നുള്ള വ്യൂ ആണ്. അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന സമയമാണ്. എന്താ അഡ്മിറ്റ് ആവാൻ പോകണം. കുഞ്ഞു ബേബിയായിട്ട് വരാം. പിന്നെ നമ്മൾ ചട്ടിയും വട്ടിയും കിടക്കയൊക്കെ എടുത്ത് റെഡിയായി എല്ലാവരും കൂടെ വണ്ടിയിൽ കയറി നേരെ വൈറ്റിലയിലുള്ള വെൽകെയർ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അവിടെ ആയിരുന്നു നമ്മുടെ ഡെലിവറി നടന്നത്. അപ്പോൾ അങ്ങനെ റെഡിയായി നമ്മളെല്ലാവരും കയറിയിട്ടുണ്ട്. എല്ലാവരും ചെക്ക് ചെയ്ത് ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അകത്ത് കയറി ചെന്നപ്പോൾ തന്നെ കുറച്ച് സമയം നമ്മളവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അവരുടെ ഒരു സ്യൂട്ട് റൂം തന്നു, നമ്മുടെ റൂം റെഡി ആവുന്നവരെ. അപ്പോൾ ആ റൂമിലാണ് ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ കിടന്നത്. അപ്പോഴും നല്ല ചെറിയ ടെൻഷനുണ്ട്. എന്നാലും ഓക്കെ, എന്തായാലും നമ്മൾ ഫേസ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ടെൻഷൻ അടിച്ചിട്ട് വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അവർ നമ്മളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. പിന്നെ കുറച്ച് ബ്ലഡ് ടെസ്റ്റിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ സിസ്റ്റർമാർ വന്ന് കുറച്ച് ബ്ലഡൊക്കെ ഊറ്റിക്കൊണ്ടുപോയി. പിന്നെ ഇതൊക്കെ നേരത്തെ 1-2 വട്ടം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് എന്തൊക്കെ ആയിരിക്കും നടക്കാൻ പോകുന്നതെന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ട് അത്ര പേടിയുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പേടി കൂടുതലാക്കത്തേ ഉള്ളൂ. നമുക്ക് നേരത്തെ ഇനി ഇതാണല്ലോ ഇനി അതാണല്ലോ എന്നുള്ള അറിവ് കുറച്ചും കൂടെ പേടി തോന്നും. അതല്ലാണ്ട് പെട്ടെന്നൊരു ദിവസം പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ ഒന്ന് അനലൈസ് ചെയ്ത് പേടി വരാനുള്ള സമയം കിട്ടുന്നതിന് മുമ്പേ കാര്യം കഴിയും. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്തു. പിന്നെ എല്ലാവരും വന്നു കുറച്ച് നേരം കിടന്നു. എന്താ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ചെറിയ ടെൻഷനൊക്കെ കിട്ടുന്നിടം വരെ സുഖിക്കാൻ വന്നു. പിന്നെ ഞങ്ങൾ റൂമിലേക്ക് മാറ്റി. റൂമെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ മെട്രോ കാണാമായിരുന്നു. മെട്രോ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന നമ്മുടെ റൂമിൽ കൂടെ നോക്കിയാൽ കാണാമായിരുന്നു. അവിടെ നല്ല ഒരു പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എനിക്ക് സ്യൂട്ട് റൂമിനേക്കാളും ഇഷ്ടപ്പെട്ട ഇവിടെയായിരുന്നു. ഇതിപ്പം ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുമ്പത്തെ സമയമാണ്. അവരൊന്ന് ക്യാനിലേക്ക് ഇട്ടു. ഞാനൊന്ന് ഉറങ്ങാൻ ശ്രമിക്കുകയല്ല, ഉറങ്ങുകയൊക്കെ ചെയ്യും. എനിക്ക് വലിയ പ്രത്യേകിച്ച് ബോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. നമ്മളെല്ലാം സെയിം ഡ്രസ് കളറാണല്ലോ. അങ്ങനെ വെട്ടേറ്റ് വന്ന് കിടക്കുകയാണ് സുഹൃത്തുക്കളെ. വെട്ടേറ്റ് കിടക്കുകയാണ്. പെയിനുണ്ടെന്ന് നമുക്ക് പിന്നെ അറിയാമല്ലോ. പിന്നെ കുഞ്ഞിന് ചെറിയൊരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആയിട്ട് അവൻ ICUവിലോട്ട് മാറ്റിക്കുമായിരുന്നു, NICUവിൽ. പിന്നെ പതിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. തൊപ്പിയിരിക്കുന്നു, മാറ്റിക്കോ. പിന്നെ എടുക്കാം. മൂക്കുട്ടനാണത്. ഇത് മൂക്കുട്ട എവിടെയാണ്? കൊതുകുത്തിയതല്ല. ഉറങ്ങി കേട്ടാ. അങ്ങനെ ഫസ്റ്റ് ടൈം ചേട്ടൻ്റെ കയ്യിലിരിക്കുകയാണ് അനിയൻ. അവനോട് നമ്മൾ ചോദിക്കുക നീ എക്സൈറ്റഡ് ആണോന്ന്. എക്സൈറ്റഡ് ഒന്നും അല്ല, അവൻ നല്ല ഹാപ്പിയാണ്. അവനൊരു ബോയിനെയാണ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. അവന് ബോയിയെ കിട്ടിയതിന് സന്തോഷമുണ്ടെന്ന് അവൻ എന്നെ കാണാനായിട്ട് ICUവിൽ കയറി വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞായിരുന്നു. കുറച്ച് നേരം കയ്യിലൊക്കെ വെച്ചോണ്ടിരുന്നിട്ട് പിന്നെ പറഞ്ഞു ഓക്കെ മതി എടുത്തോ എന്ന് പറഞ്ഞു. മതിയാക്കിയിരിക്കും. നീ അല്ലേ നിനക്ക് ബേബി ബോയ് വേണമെന്ന് പറഞ്ഞു. ബോയ് ആണോ ചോദിച്ചേ? ആരാ പൊന്നാ? ഇത് ഡാഡിയാണോ? ഡാഡി ഭയങ്കര നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു കഞ്ഞി ബർത്ത് വ്ലോഗ്. അപ്പോൾ ശരി, എന്നാൽ ടാറ്റാ, ബൈ ബൈ.